ഈ ജാതകങ്ങൾ ഞങ്ങൾ പുതിയ പഠിക്കാൻ അന്വേഷിക്കാനായിട്ട് നമ്മൾ ചേർന്നു. ഈ ഒരാൾ ലോകത്ത് അങ്ങനത്തെ രണ്ട് പക്ഷമാണ്. അപ്പം ഏതൊരാൾ വളരുന്നത് അവരുടെ അവരുടേതായ സിദ്ധാന്തങ്ങൾ, അവരുടേതായ പഠിച്ചിരിക്കുന്നു, ഒരു കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. ഇന്നത്തെ സിനിമയിലൊക്കെ അഭിനയിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സിനിമ അസ്ട്രോളജി മാസ്റ്റർ ക്ലാസിന്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് വളരെ ഒരു നല്ല കോമ്പിനേഷനെ കുറിച്ചാണ്. രാഹു മെർക്കുറി അഥവാ യോജനമായിട്ടുള്ള കോമ്പിനേഷനാണ്. നന്നായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാരണം ഒരാളുടെ വ്യക്തിത്വത്തെ മനസ്സിലാക്കാൻ ഈ കോമ്പിനേഷൻ വളരെ നല്ലതാണ്. രാഹുലിക്കുന്ന ഭാവം കൂടുതലായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ അവരിലായി കഴിയും. അതായത് രാഹു അതാണ്, സ്റ്റെപ്പിനെ എങ്ങനെ ഓവർകം ചെയ്യണം എന്നുള്ളതാണ് രാഹു സൂചിപ്പിക്കുന്നത്. ഇപ്പൊ രാഹു ഇരിക്കുന്ന ഭാവം എപ്പോഴും അത് പുറത്തേക്ക് കൊണ്ടുവരെ ശ്രമിച്ചുകൊണ്ടിരിക്കും. അറിയും ബുദ്ധിമുട്ടായിട്ടുള്ള യോഗം വരുമ്പോൾ ഒന്നാമത് അത് പറയുന്നുണ്ട്, ക്ലാസ്സുകൾ പറയുന്നുണ്ടല്ലേ, ഇതില് മനസ്സിലാവാത്ത കാര്യങ്ങൾ ഇവിടെ കമന്റുകളായില്ല. നമുക്ക് ഈ ജീവിത കാര്യത്തിൽ നിന്ന് കമന്റുകളായില്ല. അതായത് ട്വിറ്ററിൽ നമ്മൾക്ക് ചോദ്യങ്ങളുടെ ആൾക്കാരുണ്ട്. ഞാനൊരു ചെയ്യാം, കുറെ സംശയങ്ങളൊക്കെ ഇത് സംശയം തീരരുത്. കാരണം സംശയം തീരുന്ന വീട്ടിൽ നിന്ന് അന്വേഷിക്കാനുള്ള ജിജ്ഞാസ പോയി ചോദിച്ചു പോയി. അതുപോലെ എപ്പോഴും സംശയങ്ങൾ ഉണ്ടാവണം, വീണ്ടും വീണ്ടും സംശയങ്ങൾ ഉണ്ടാവണം. ക്ലാസ്സുകൾ പൂർണ്ണമാണ് എന്റെ അറിവിന്റെ പരിധിയും അനുഭവത്തിന്റെ പരിധിയിലൂടെ ഞാൻ കണ്ടെത്തിയ കാര്യങ്ങളാണ്. ഇതിന് മുകളിലേക്ക് ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്താനുണ്ട്. ശ്രമിച്ചുള്ളത് ഇതിനെക്കുറിച്ച് പറയുന്ന അതായത് ഇതിന്റെ ഇടപെടുന്നത് ഇതിന് പുതിയ കാര്യങ്ങൾ നിങ്ങൾ കണ്ടെത്തി നിങ്ങൾക്ക് പാസ്പോർട്ട് മാസുവാദ പുതിയ അധ്യായത്തിന്റെ Mercury Rahu combination എന്ന് പറയുന്നത് being correct, being convincing, അതുപോലെ തന്നെ entirely different things communicate ചെയ്ത് അത് മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള കഴിവ്, പല തരത്തിലുള്ള ലാംഗ്വേജുകൾ പഠിക്കാൻ ഒരു കഴിവ്, അത് വല്ലാത്ത ഒരു കഴിവാണ്. പല കൾച്ചറുകൾ, പല ലാംഗ്വേജുകൾ, പല വ്യത്യസ്തമായിട്ടുള്ള ദർശനങ്ങൾ. ഇപ്പൊ നമുക്കൊരു യുക്തി ഒരു സാധനത്തിലാവുന്ന നല്ല പിടിക്കും. പിന്നെ എനിക്ക് നിരീശ്വരവാദം എന്ന് പറയുന്ന വാദം അല്ലെങ്കിൽ ചാർവാദവാദം എനിക്ക് തെറ്റാവില്ല. അപ്പൊ എനിക്ക് ഞാൻ കുറച്ച് സ്പിരിച്വൽ സൈഡിൽ പോകുന്നു. എനിക്ക് ദർശനങ്ങളുടെ പലത് മിക്കവാറും സാങ്കേതിക ദർശനങ്ങളും മീമാംസ അങ്ങനെയൊക്കെയുള്ള ദർശനങ്ങളോടാണ്, ശങ്കരാത്രികവാദം ഇങ്ങനെയൊക്കെയുള്ള വാദങ്ങളാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഞാൻ ആ ഒരു സൈഡിലായിരിക്കും എന്റെ ചിന്തകൾ പോകുന്നത്. സയന്റിഫിക് ടെമ്പറൽ നിരീശ്വരവാദപരമായിട്ടുള്ള മറ്റെല്ലാത്തിനും നിഷേധിച്ചുകൊണ്ടുള്ള ഒരു വിഷയം പഠിക്കാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഭയങ്കര ഇവർക്ക് എന്ത് പഠിക്കാനുള്ള കഴിവ്. അതായത് തത്വബോധ യോഗത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് മൾട്ടി ലിംഗ്വിസ്റ്റിക് ആവുക, അല്ലെങ്കിൽ എന്താ പറയുക, വ്യത്യസ്തമായിട്ടുള്ള ലാംഗ്വേജുകൾ, വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങൾ, ഇതൊക്കെ പഠിക്കാനുള്ള ഒരു കഴിവ്. രാഹു പൊതുവെ രഹസ്യത്തിനാണ്. രഹസ്യമായിട്ടുള്ള രാഹുവിനോടൊപ്പം മെർക്കുറി യോഗം ചെയ്യുന്നു. മെർക്കുറി ക്യാൻ ബി എ കോൺ ആർട്ടിസ്റ്റ് ഓർ എ ബ്രില്യന്റ് ലാഡർ ഓർ എ കൺസ്യൂമേറ്റ് ലാഡർ. രാഹുവുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ എന്ത് പറഞ്ഞ് നേടിത്തരും. വാദിച്ച് ജീവിക്കുന്നവർ പറയും. മാർക്കറ്റിംഗിനും സെയിൽസിനും അതുപോലെ തന്നെ മീഡിയ കണ്ടന്റ് റൈറ്റ്സ് ഒക്കെ ആയിട്ട് വരാനൊക്കെ അടിപൊളിയാണ്. പേഴ്സണാലിറ്റി ആയിട്ട് പേഴ്സണാലിറ്റി ക്യാരക്ടർലെസ് ആയിരിക്കും പല കാര്യങ്ങളും. പിന്നെ ഇൻസെക്യൂർ ആയിരിക്കും, ജയിക്കാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യും, മറ്റുള്ളവരുടെ ഫീലിംഗ്സ് വാല്യൂ കൊടുക്കില്ല. അതുപോലെ തന്നെ ഒരു ഭയമുണ്ട് മെർക്കുറിക്ക് എപ്പോഴും. ബുധനൊരു ഭയമുള്ളതാണ്. അതുകൊണ്ട് എല്ലാവരുടെ ഇടയിൽ ഭയങ്കരമായിട്ട് ഇവര് വല്ലാണ്ട് എക്സ്പ്രസീവ് ആണെങ്കിൽ ഇവർക്ക് അതിഭീകരമായ ഒരു ഭയമുണ്ട്. അതുകൊണ്ട് തന്നെ ആരെയെങ്കിലും ഡിപ്പെൻഡ് ചെയ്യാൻ ഇവർക്ക് സക്സസ് ആവാൻ പറ്റുന്നത്. ആ ഡിപ്പെൻഡ് ചെയ്ത് സക്സസ് ആവാൻ വേണ്ടിയിട്ട്
സ്വഭാവം ഉണ്ടാവും. വ്യാഴമൊക്കെ സ്വാധീനിച്ച മാറും. പക്ഷെ ഇതിൽ രണ്ടുപേരുടെ കമ്പൈൻ ചെയ്യുമ്പോഴുള്ളതാണ് മറ്റു ഗ്രഹങ്ങളുടെ സ്വാധീനം കൊണ്ട് മാറും. അതുപോലത്തെ ടീം ബിൽഡ് ചെയ്തൊക്കെ വർക്ക് ചെയ്യും. പക്ഷെ ഒറ്റയ്ക്കൊക്കെയാണ് ചെയ്യുന്നത്. നമുക്ക് ഒരു സംഭവം ഓഫീസിലൊക്കെ IT മേഖലയിലൊക്കെ വർക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യും. പക്ഷെ ഇൻഡിവിജ്വലായിട്ട് അവരെടുക്കുമ്പോൾ ഒരു വലിയ കഴിവോ വലിയ സ്കില്ലോ വലിയൊരു കോൺട്രിബ്യൂട്ടർ ഒന്നും ആവില്ല ആ മേഖലയിൽ. പക്ഷെ എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്ന് കാണിക്കുന്ന നാളുകൊണ്ട് ജീവിക്കുന്ന ഇന്റലിജന്റ് പേഴ്സണാലിറ്റി നമ്മൾ വിശ്വസിക്കുന്ന ആൾക്കാരുടെയൊക്കെ ജാതകത്തിൽ രാഹു യോഗമാണ്. കാരണം പല തരത്തിലുള്ള ലാംഗ്വേജുകൾ ഇംഗ്ലീഷിൽ തന്നെ ലിംഗ്വസ്റ്റാൻഡ് ഇംഗ്ലീഷ് ലോകം മൊത്തം ആൾക്കാർ സംസാരിക്കുന്ന ഒരു ഭാഷയാണ്. പക്ഷെ അതിന്റെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ആക്സെപ്റ്റുകൾ ഒക്കെ പല രാജ്യങ്ങളും പ്രത്യേകം സംസാരിക്കുന്ന പോലല്ല തമിഴ് സംസാരിക്കുന്നതല്ല, മലയാളം സംസാരിക്കുന്നതല്ല, ജർമ്മൻ സംസാരിക്കുന്നു, അതുപോലെയല്ല ഇംഗ്ലീഷുകാർ സംസാരിക്കുന്നു, UK-കാർ സംസാരിക്കുന്നു. അപ്പം അതിന്റെ ഒരു ആക്സെപ്റ്റിംഗ് ഓസ്ട്രേലിയക്കാർ ഒക്കെ വളരെ ഡിഫറൻറ്റ് ആയിട്ടുള്ള നമ്മുടെ വീഡിയോസൊക്കെ കാണുമ്പോൾ ആക്സെന്റുകൾക്ക് ഒക്കെ വ്യത്യാസമാണ്. ഇതൊക്കെ ഇമിറ്റേറ്റ് ചെയ്യുന്നത് ഭയങ്കര ഒരു ഇമിറ്റേറ്റിംഗ് കപ്പാസിറ്റി ഉണ്ടാവും. സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പോലും എന്തെങ്കിലും ഒരു ഐഡിയ ആണെങ്കിലും കിട്ടിയാൽ അത് ഡെവലപ്പ് ചെയ്ത് ആ രീതിക്കനുസരിച്ച് മാനിപ്പുലേറ്റ് ചെയ്ത് ആ ഒരു ഇതിൽ വാവ് എന്ന് പറയിപ്പിക്കാനുള്ള ഒരു കഴിവ് ബുധൻ രാഹു യോഗമുള്ളവർക്ക് ഉണ്ട്. കേട്ടോ, ബുധൻ പൊതുവെ ഒരു കിഴിവാണ്. അതുപോലെ തന്നെ ബുധൻ രാഹു യോഗമുള്ളവര് ശുക്രന്റെ രാശിയിലോ അല്ലെങ്കിൽ വിവാഹ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഭാവങ്ങളാണ് വരുന്നത്. ഇവരുടെ വിവാഹ ജീവിതത്തിന് ശേഷം ആയിരിക്കും ഇവരുടെ പാർട്ണർ തിരിച്ചറിയുന്നത്. ഇവരെ നാവ് കൊണ്ട് പറഞ്ഞ പോലെയല്ല ഇവരുടെ ജീവിതം. വാക്കും പ്രവൃത്തിയും രണ്ടും കണ്ടായിരിക്കും. വാക്ക് അതായത് ഒന്ന് ക്രെഡിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ കയ്യിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇവരാ എല്ലാം ചെയ്യും. പക്ഷെ പേഴ്സണാലിറ്റിയിലേക്ക് വരുമ്പോഴത്തേക്ക് വേറെ ഒരു രീതിയായിരിക്കും. അപ്പൊ അത് നിമിഷം വളരെ കൺഫ്യൂസ്ഡ് ആയിട്ട് പോയിട്ട് ഡിവോഴ്സിലേക്ക് ബ്രേക്കപ്പിലേക്കൊക്കെ പോകുന്നത് കണ്ടിട്ടുണ്ട്. അതുപോലെ ഇന്റേണൽ പൊളിറ്റിക്സ്, ജോലിയാണെങ്കിലും വീട്ടിലാണെങ്കിലും പൊളിറ്റിക്സ്, ഇപ്പം അനിയന്റെ ഭാര്യ, അനിയൻ, ചേട്ടൻ ഇങ്ങനെയൊക്കെയുള്ള ഇടയില് വിവാഹശേഷം അല്ലെങ്കിൽ വേറൊരാളെ കടന്നു വരുമ്പോൾ അതിനുള്ളിലെ ജോലിച്ചൊക്കെ പറയുക, അങ്ങനെയൊക്കെയുള്ള ചില ടെൻഡൻസീസ് വരാം. എല്ലാവർക്കും എന്തെങ്കിലും ഒരു പിക്ചർ കണ്ട് ആ വിവാഹത്തിന്റെ കഴിവ് ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള മോശവശമായിട്ട് തോന്നിയിട്ടുള്ളത്. നല്ല വശങ്ങൾ എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് സ്കിൽസ്, അതുപോലെ കമ്മ്യൂണിക്കേഷൻ കപ്പാസിറ്റി, ഒരുപാട് ലാംഗ്വേജുകൾ പഠിക്കുക, ഒരുപാട് ബുക്സ് വായിക്കുക, അതിൽ നിന്നുള്ള ഒരുപാട് കോണ്ടന്റുകൾ എടുത്തിട്ട് ഇവരുടേതായ രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാനുള്ള കഴിവ്, അങ്ങനെ ഒരുപാട് കഴിവുകൾ ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ അവരുടെ ജോലിയുടെ പരമായിട്ടുള്ള കാര്യങ്ങളിൽ. പക്ഷെ ഇവരുടെ പേഴ്സണൽ ലൈഫ്, ഇവരുടെ വ്യക്തിത്വമായിട്ട് ചേർന്ന് നിൽക്കുന്നവർ, ഇവരുടെ പാർട്ട്ണർ, ഇവർക്കൊക്കെ ഇവരെ കൊണ്ട് ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ വരാം. ഏത് ഭാവത്തിലാണ് ഇത് വരുന്നത് ആ ഭാവവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ ശ്രദ്ധിക്കുക. പിന്നെ ഒന്നാമത് മാഗ്നറ്റ് ആൻഡ് സ്കിൻ എനർജി, മാഡായിട്ടുള്ള സ്വഭാവം, അതുപോലെ സ്കിൻ എനർജീസ്, അതേപോലെ ഈ രാഹുവും ബുധനും വളരെ മോശമായിട്ടൊക്കെയാണ് ഇടപെടുന്നതെങ്കിൽ ബന്ധം വരുന്നതാണ് ഓട്ടിസ്റ്റിക് ആവാനുള്ള സാധ്യത, ഞരമ്പ് സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് വരുന്നത്, അതുപോലെ ന്യൂറൽ ഡിസീസസുകൾ വരാനുള്ള സാധ്യത, ഞരമ്പ് കണഞ്ഞു പോയി അല്ലെങ്കിൽ അങ്ങനൊക്കെ വന്നിട്ട് ഇഷ്യൂസ് വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇറിറ്റേറ്റഡ് ആക്കാൻ വേണ്ടിയിട്ട് ട്രൈ ആർഗ്യുമെന്റ്, അതുപോലെ തന്നെ ലൂസ് നമ്മൾ പുച്ഛിക്കുന്ന രീതിയിൽ സംസാരിക്കാൻ എപ്പോഴും ഒരു ലാഭം നോക്കുകയാണ്. ഒരു കാലത്ത് നന്നായിട്ട് സ്നേഹിച്ചിട്ട് ഇരുന്ന ആളുകൾ എന്നെ ഒരാളെ ബുദ്ധിമുട്ടാകുന്ന കാര്യങ്ങളോ നടക്കുന്ന ആഴ്ച ഞാൻ ഡിവോഴ്സാണെങ്കിൽ പ്രമോഷൻ കൊടുത്തിരിക്കുന്നത് വളരെ നിന്ന് വളരെ കൺവിൻസിംഗ് ആയിട്ട് നിന്നും എന്റെ ടീമിനെ വളരെ സപ്പോർട്ടിംഗ് ആയിട്ട് ഒരുപാട് ചെയ്തിട്ട് അതിനേക്കാളും നല്ലൊരാള് അടുത്ത എന്റെ കാര്യം ഒരാൾ വരിക, എന്റെ അതേ സ്ഥാനമാനമുള്ള ഒരാൾ വരികയാണ്. അപ്പം അവരെ ആയിട്ട് അടുത്താലെ കൂടുതൽ വളർച്ച വരുന്നുണ്ടെങ്കിൽ ഇവരെ നീട്ടാനാണ്. അതുവരെ നമ്മളുമായിട്ടുള്ള സ്നേഹത്തിലൊക്കെ ആ സമയത്ത് കട്ട് ചെയ്യും. കാരണം ഇവർക്ക് അവരുടെ ഭൗതികപരമായ